ഫ്രണ്ട്സ്, അപ്പൊ ഇപ്പൊ മാഗി വന്നാൽ നമ്മൾ കുറച്ച് കറക്കാന്ന് കേട്ടോ. പിന്നെ നമുക്ക് മാഗി വന്നാലും സുഡ്രു വന്നാലും ആര് വന്നാലും ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര കറക്കായിരിക്കും അവരെയും കൂട്ടിയിട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എന്നാ വൈകുന്നേരം കേട്ടാ, ഡ്യൂട്ടി കഴിഞ്ഞ എന്നെ ഷോപ്പിൽ നിന്ന് കൂട്ടിയിട്ട് നമ്മൾ പോക്കാന്ന്. പിന്നെ അത് മാത്രല്ല, മാഗി വന്നതിന് ശേഷം എന്റെ സീറ്റെല്ലാം പോയി. ഞാൻ ഇപ്പൊ മുന്നിലല്ല ബാക്കിൽ ഇരിക്കുന്നത്. അങ്ങനെ മാഗിനെ കൂട്ടിയിട്ട് ഫുൾ ഒന്ന് കറങ്ങാൻ വെച്ച്. മാഗിക്ക് കറങ്ങാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാഗിനെ കൂട്ടിയിട്ട് നമ്മള് കറങ്ങല കേട്ടാ. ഇപ്പൊ പണവാട്ടിനടി ഇരിക്കുന്നുണ്ട്. പണവാട്ടിന്റെ അപ്പുറം മാഗി മാഗി നല്ല ഉറക്കാന്ന് വെച്ചാ. അപ്പൊ അതിലിടക്ക് എന്തെല്ലോ 70% ചെരുപ്പിന്റെ ആന്ന് തോന്നുന്നു കേട്ടാ. 70% ഓഫർ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനെല്ലാം കാണിച്ചു തരുന്നത്. ഈ ഓഫറെല്ലാം കാണിച്ചു തരുള്ളൂ, ഒന്നും മാറ്റില്ല. അപ്പൊ മാഗിക്ക് കുടിക്കായ വെള്ളവും കാര്യങ്ങളെല്ലാം നമ്മൾ കരുതി വെച്ചിട്ട്, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്കെല്ലാം പോവാന്ന് വിചാരിച്ചിട്ടാ ഉള്ളത്. ബാക്കി നമുക്ക് ബീച്ചിൽ നിന്ന് എടുക്കും. അപ്പൊ നമ്മളെ മാഗി മോളെ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് എണീച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പാന്ന് തോന്നുന്നു എന്നെ കണ്ടി. അതുകൊണ്ട് എന്റെ അടുത്ത് മയങ്ങാൻ പറ്റിയ. ഇത്രയും നേരം മുമ്പ് കിടന്ന് ഉറങ്ങിയിട്ട് ഓക്ക് എന്നെ കാണുക. അങ്ങനെ എന്റെ അടുത്ത് വന്ന് മയങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഏട്ടൻ ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് പെണ്ണിന് ഇങ്ങനെ പിരാന്ത്. ഇതാണ് നമ്മളെ പയ്യാമ്പലം ബീച്ച്. കണ്ണൂരുള്ളവർക്കൊരു ഇത് അറിയാത്ത സ്ഥലം ഉണ്ടാവും, അറിയാത്തവരുണ്ടാവൂലോ. ഇതാണ് നമ്മളെ കണ്ണൂരുകാരുടെ സ്വന്തം പയ്യാമ്പലം ബീച്ച്. എനിക്കില്ലേ ഈ വൈകുന്നേരം വരുന്നതിനേക്കാൾ ഇഷ്ടം രാത്രി വന്നിരിക്കാനായിട്ട്. പക്ഷെ പിണവാട്ടിന് അങ്ങനെ രാത്രി ഒന്നും വന്നിരിക്കൂല. രാത്രിയാകുമ്പോ നമ്മളെ പാടായി. നല്ലൊരു ഫ്രീ ആയിട്ടുള്ള സ്ഥലം, രാത്രിയത്തെ അറ്റ്മോസ്ഫിയർ. വൈകുന്നേരം എല്ലാം വന്ന കുറച്ച് പെമ്പിള്ളേരെല്ലാം കണ്ട് വായി നോക്കണ്ടിട്ട് എന്നായിരുന്നു വൈകുന്നേരം വരുന്നത്. പാർക്കിങ്ങിനുള്ള സ്ഥലം നോക്കി പോക്കാട്ടാ. അങ്ങനെ വിക്രമാദിത്യന് വേദോളം ഇറങ്ങി. ഏട്ടൻ ഇറങ്ങിയാ പിന്നെ പെണ്ണ് അനങ്ങാടൊന്നും നിക്കൂല. കണ്ടാ നമ്മളൊന്നും പിന്നെ ആർക്കും ആവശ്യമില്ല. ഒന്ന് ഡോറ് പോലും എനിക്ക് തുറന്നിട്ടില്ല. എന്നാലും നമ്മള് കൂട്ടിട്ട് കളിക്കുന്നു. എന്റെ പ്രതിജ്ഞ ഒതുങ്ങൂല കേട്ടാ. ഏട്ടനെ പറ്റി വെക്കും. ഇത് പണവാരെ വിളിക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ബീച്ചിൽ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ. മാഗിനെ കണ്ടിട്ട് 2-3 തെരുവ് നായ്ക്കൾ വന്നിട്ട് ഒച്ചപ്പാടാക്കുന്നുണ്ട് കേട്ടാ. ഞാൻ വേഗം പേടിച്ചിട്ട് ഓടി സ്ഥലം വിട്ട്. ഏട്ടന് മാഗി ആർന്ന് ഇതാക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ബീച്ച് വ്യൂസ് ഇതാണ്. രാത്രിയത്തെ ബീച്ച്. പണവാട്ടിനൊക്കെ വായി നോക്കി കിടക്കാണ്. മാഗി ഫുൾ കുത്തക്കലാണ്. എന്തെന്ന് കിട്ടിയിട്ടിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.